വരുന്നത് കണ്ണൂരിൽ തന്നെയാണ്. ഈ റിസോർട്ടിനെ കുറിച്ച് അറിഞ്ഞത് നമ്മൾ ഇൻസ്റ്റയിൽ കൂടിയാണ്. അത് എൻ്റെ നെഫ്യൂ ത്രൂ അറിഞ്ഞത്, അവനാണ് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെയല്ല ഇവിടെ ഉള്ളത്. ഇതെന്താ പറയുക, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വന്നിട്ട് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇതിൻ്റെ ആ ട്രയാങ്കിൾ ഷേപ്പിൽ 2 റൂംസും പിന്നെ റോക്ക് കട്ട് ഞാൻ ചൂസ് ചെയ്തത്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു കപ്പിൾസിന് അതൊക്കെ പെർഫെക്റ്റാണ്. പിന്നെ ഇവിടെ കാണാൻ കുറേ എന്താ പറയുക, ഈ റാബിറ്റ്, ഡക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നെവർ മിസ് ഐറ്റംസാണ്. അതൊക്കെ എന്തായാലും നമ്മൾ കണ്ടിരിക്കണം. പിന്നെ നൂൽപ്പാലം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ വാട്ടർഫോൾസ് ഉണ്ട്, അതൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യുക. അവിടുത്തെ ആ വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പൊക്കെ ഇല്ലേ, അതൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യുക. മൊത്തത്തിൽ പറഞ്ഞാൽ എന്താ പറയുക, നല്ല ക്ലീനാണ്, സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്, റീസണബിൾ റേറ്റ് ആണ്. പിന്നെ നമുക്ക് ചൂസ് ചെയ്യാനെങ്കിൽ ഓപ്ഷൻസ് ഇവിടെ കുറേ ഉണ്ട്. നമുക്ക് കാരവാൻ ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, പറഞ്ഞ റോക്ക് വില്ല ഉണ്ട്, ഹണിമൂൺ എക്സ്ട്രാ വേർത്തിനൊരു പാക്കേജ് ഉണ്ട്. അപ്പോൾ എന്തെടുത്താലും ഒരിക്കലും നമുക്കത് ലോസ് ആവില്ല, അതൊക്കെ വേർത്ത് തന്നെയാണ് എന്തായാലും. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾ എന്താ പറയുക, ഒരിക്കലും വന്ന് ഇത് ട്രൈ ചെയ്തിരിക്കണം. എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഇനി ഒരു വിൻ്റർ സീസണിലും കൂടി നമ്മൾ വരുന്നതാണ്. തീർച്ചയായിട്ടും അടുത്ത ഡിസംബറിൽ ഇത്ര ആളല്ല, ഇനിയും ഇതിലും കൂടുതൽ ആൾക്കാരെ കൂട്ടിയിട്ട് ഇത് കണ്ണൂരുമാണ്. തീർച്ചയായിട്ടും നമ്മൾ വരുന്നതായിരിക്കും. ലേറ്റ് ആയി പോയി, മീൻസ് നമ്മൾ വയനാട് പ്ലാൻ ചെയ്തതാണ്, പിന്നെ കണ്ണൂർ അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. നോക്കുമ്പോൾ ഇത് മോർ ദാൻ വയനാട്. അത് നമ്മൾ അധികവും പോയിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടി റീച്ചബിൾ വയനാട് നമുക്ക് തോന്നിയത്. ഈ പാലക്കാടിലൊക്കെ നമ്മൾ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ വിചാരിക്കും മുമ്പേ ഇവിടെ വരേണ്ടതായിരുന്നു നമ്മൾ. ഇപ്പം കണ്ടപ്പോൾ എന്താ പറയുക, വേർത്താണ്, നമുക്ക് എല്ലാം കൊണ്ടും അടിപൊളി, പെർഫെക്റ്റ്. ഓക്കെ, ഡൺ.